സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടി ബില്ല് പാസ്സായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളി. കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ തന്നെ തള്ളി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഈ ബില്ലിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ സ്പീക്കർ അവതരിപ്പിക്കുമ്പോൾ അവസാന നിമിഷവും വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബില്ല് സഭയിൽ പാസ്സായിരിക്കുന്നു. വിഷ്ണു, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ പരീക്ഷാ ക്രമക്കേട് തടയൽ ബില്ല് പാസ്സായിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ തള്ളിക്കൊണ്ട് ശബ്ദ വോട്ടോടുകൂടിയാണോ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്? തീർച്ചയായും വലിയ പ്രതിഷേധങ്ങളാണ് പാർലമെന്റിന്റെ ലോക്സഭയിൽ ഇന്നിപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ജിതേന്ദ്ര സിംഗിന്റെ മറുപടി പ്രസംഗത്തിനിടെ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കുപരി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിരുന്നു ജിതേന്ദ്ര സിംഗിന്റെ പ്രസംഗത്തിലുടനീളം ആദ്യഘട്ടത്തിലുണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പാർലമെന്റിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ജിതേന്ദ്ര സിംഗ് പറയുകയുണ്ടായി. കൂടാതെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കാത്തതിലുള്ള അമർഷം കൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത് എന്നും ഇപ്പോൾ ലോക്സഭയിൽ ജിതേന്ദ്ര സിംഗ് വിമർശനം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ UPA കാലത്തെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ കണക്കുകളും ഈ സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കുകളും മന്ത്രി സഭയിൽ പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ബില്ല് ശബ്ദ വോട്ടോടുകൂടി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടു കൂടിയാണ് പാസ്സാക്കിയിട്ടുള്ളത്. എന്തായാലും രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് വേണ്ടി വലിയ വ്യവസ്ഥകളോടുകൂടി ശക്തമായ ചട്ട ഭേദഗതികളോട് കൂടി ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുകയാണ്. ഇനി ബില്ല് അധികം താമസിയാതെ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അതുകൂടി അവിടെ കൂടി പാസ്സായാൽ തീർച്ചയായും ബില്ല് പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനും നിയമമാകുന്നതിനും വേണ്ടി മാറുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിൽ കഴിഞ്ഞ 10 മണിക്കൂർ നേരം പറഞ്ഞ ചർച്ച അതിലേറെ സമയം നീണ്ടു. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അനുമതി ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ RSSനും BJPക്കും എതിരെ ശക്തമായി അദ്ദേഹം ആഞ്ഞടിച്ചു. തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലക്ഷ്യമിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷായാണെന്ന പ്രസ്താവന, രാഹുലിന്റെ പ്രസ്താവന വലിയ ഭരണപക്ഷ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. രാജ്യം വലിയ പ്രതിഷേധത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ബില്ല്, അതായത് ഒരു നടപടി തിരുത്താൻ വേണ്ടിയുള്ള ബില്ലാണ്. വിദ്യാർത്ഥികൾ ലക്ഷോപലക്ഷമുണ്ട്. അവരുടെയൊക്കെ തന്നെ ആശങ്ക പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിന് പുറത്ത് വന്ന് അറിയിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവത്തിൽ പ്രധാനമന്ത്രി ഈ സുപ്രധാന ഘട്ടത്തിൽ ഇല്ല. അവിടെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യമില്ല. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ജിതേന്ദ്ര സിംഗ് ചുമതലയുള്ള ആൾ വന്ന് പ്രതിപക്ഷത്തിൻ്റെ വലിയ ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ വരുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ജിതേന്ദ്ര സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ഒരു വിശദീകരണം വരുന്നു. അങ്ങനെ ഒരു പോരായ്മ കൂടിയുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെയാണ് അസ്വാഭാവികമായ രീതിയിൽ, അതായത് അത് അങ്ങനെ പറയാൻ കാരണം പ്രധാനമന്ത്രിയുടെ പല പ്രസ്താവനകളും പല വാഗ്ദാനങ്ങളും നമ്മൾ കഴിഞ്ഞ 12 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യുവജന പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ ആദ്യമായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഒരു വീഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നു. ആദ്യ വീഡിയോ സന്ദേശത്തിൽ തന്നെ ഇത്തരത്തിൽ നിയമം ഘടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബില്ല് കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി തന്നെയാണ് പ്രഖ്യാപിച്ചത്. BJP ഒരു ഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോയപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധം ഒരുക്കാൻ ശ്രമിച്ചത്. അത്രയും നിർണായകമായ ഒരു ബില്ലിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യം ചർച്ചയാകുന്നത്. ബില്ല് അവതരിപ്പിക്കപ്പെട്ട ആദ്യ ദിവസവും ഇന്ന് ചർച്ച അവസാനിക്കുന്ന 2ാം ദിനവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കാരണമായത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. എന്നാൽ ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ബസന്ത് കൂടി ചേരുന്നുണ്ട്. ബസന്ത്, സവിശേഷമായ ഒരു ബില്ലാണ്. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച തടയൽ, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കഠിന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ല് പാസ്സാകുമ്പോൾ അവിടെ ഈ വിദ്യാർത്ഥികളുടെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക പാർലമെന്റിന്റെ പുറത്തു നിന്നും അറിയിച്ച അവരുടെ ഭാവി സംബന്ധിച്ച ഒരു ബില്ല് കൂടിയാണ്. ആ ബില്ലിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമില്ല, അവിടെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യമില്ല. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച ഈ ഒരു ആരോപണത്തിന് എത്രത്തോളം പ്രാധാന്യം കൂടിയുണ്ട്. അപ്പം ബില്ല് പാസ്സാകുന്ന ഒരു സാഹചര്യം കൂടി വിലയിരുത്തിയാൽ. അല്പസമയം മുമ്പാണ് ശബ്ദ വോട്ടോടെ ബില്ല് പാസ്സാക്കിയത്. പ്രതിപക്ഷ ഭേദഗതിയിലൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളിയ ശേഷമാണ് ശബ്ദ വോട്ടിൽ ബില്ല് പാസ്സാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ബഹളത്തിൽ തടസ്സപ്പെട്ടിരുന്നു. പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. 3 മണിവരെ സഭ നിർത്തിവെച്ച ശേഷം സഭ ചേരുമ്പോൾ മന്ത്രിയുടെ മറുപടിയിലേക്ക് നേരിട്ട് കടക്കുകയായിരുന്നു. ജിതേന്ദ്ര സിംഗ് ആണ് സംസാരിച്ചത്. ജിതേന്ദ്ര സിംഗ് പ്രധാനമായും പറഞ്ഞത്
പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ച വാദങ്ങളിലെ കണക്കുകളൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് പ്രധാന ആരോപണങ്ങളിലൊന്ന്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഇഡിയറ്റ് എന്നുള്ള വിശേഷണം അത് പാർലമെന്ററി പദപ്രയോഗമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. മാത്രമല്ല, അദ്ദേഹം സ്വയം അങ്ങനെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് മറുപടിയിലേക്ക് അദ്ദേഹം പോയത്. ഇത് നടപടികളൊക്കെ തന്നെ എടുത്തിരുന്നതാണ്. നടപടി എടുത്ത ശേഷം ഈ ചോർച്ചയ്ക്കുള്ളതിന് അപ്പോൾ തന്നെ നടപടി എടുത്തിരുന്നു സർക്കാർ. തുടർന്നാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഈ ബില്ല് ഇപ്പോൾ പാസ്സാക്കാനുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മറുപടി അവസാനിച്ചത്. ഏതായാലും ശബ്ദ വോട്ടോടുകൂടി ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നത്. പക്ഷെ അതിലെ പ്രശ്നങ്ങൾ, അതായത് ബില്ല് കൊണ്ടുവരുന്നതിന് കാലതാമസം അല്ലെങ്കിൽ നേരത്തെയുള്ള ബില്ലിലെ പോരായ്മകളെല്ലാം തന്നെ എടുത്തു കാട്ടാനും മറ്റും പ്രതിപക്ഷത്തിനായി എന്നുള്ളൊരു നേട്ടമാണ് ഇതിലുള്ളത്. സമരം സർക്കാരിന് തിരിച്ചടിയാകുന്നു എന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭേദഗതി ബില്ലിലേക്ക് സർക്കാർ നീങ്ങിയതെന്നതും ശ്രദ്ധേയമാണ്. ശ്രീ ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭ കടന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയൽ ബില്ല് ഇനി രാജ്യസഭയിലേക്കാണ് ചർച്ചകൾ നീളുക.